ഹായ് ഓൾ വെൽക്കം ടു മൈ ഹോം മൈ ലൈഫ് മൈ ലൈഫിൻ്റെ അടുത്തൊരു ഹോം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഇങ്ങനെ ഗാർഡനിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറേശ്ശെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റിൻ്റെ ഓരോ ഇലകൾ എടുത്തിട്ട് ഞാനൊരു കുഞ്ഞ് പോട്ടിൽ ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിൻ്റെ ഓരോ ഇലകൾ എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ കുറച്ച് നാളെടുക്കും കേട്ടോ. അത് ഇതുപോലെ റൂട്ടാവണം. അടിയിലൊരു ബോൾ പോലൊക്കെ വരും. പിന്നെ ചെറിയ ചെറിയ നാരുകൾ റൂട്ടായിട്ട് വരും. അപ്പോൾ കുറച്ച് മാസങ്ങളെടുക്കും. ക്ഷമയോടെ നിൽക്കണം. അപ്പോൾ ഇതുപോലെ 2-3 ഇലയാക്കി ആകുമ്പോഴേക്കും നമുക്കെടുത്ത് വലിയൊരു ചട്ടിയിലേക്ക് മാറ്റിയിടാം. അപ്പോൾ എന്തായാലും ഞാനൊരു കുഞ്ഞി ചട്ടിയിലാണ് വെച്ചിരുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റാനുള്ള ഒരു ജോലിയായിരുന്നു ഇന്ന് രാവിലെ. ഇതിനി നമുക്ക് നല്ലൊരു ഷെയ്ഡിൻ്റെ അവിടെ, അതേസമയം നല്ല സൂര്യൻ്റെ വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് നമുക്കിടാം. ജനുവരിയൊക്കെ കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടല്ലോ, ഓരോ ചെടിയിൽ പുതിയ പുതിയ ഇലകൾ അല്ലെങ്കിൽ പുതിയ അതിൻ്റെ ബ്രാഞ്ചസൊക്കെ വരുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമാണ് നമുക്ക് രാവിലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇപ്പം മാങ്ങയുടെ സീസണാണല്ലേ. നമുക്കിപ്പോൾ കുറേ പച്ചമാങ്ങ നമുക്ക് കിട്ടുന്നുണ്ട്. പച്ചമാങ്ങ, മാങ്ങക്കറി, മാങ്ങച്ചാറ്, മാങ്ങ ഉപ്പിലിട്ടത്, മാങ്ങ ബോംബ്. എൻ്റെ മോളിപ്പോൾ അതൊക്കെയാണ്. മാങ്ങ കിട്ടി കഴിഞ്ഞാൽ മാങ്ങ ബോംബെന്നും പറഞ്ഞുകൊണ്ട് ചെയ്യലാണ്. അതുപോലെ ചക്കക്കുരു മാങ്ങയിട്ടത്, അങ്ങനെ കറികളൊക്കെ ഇപ്പം ഉണ്ടാക്കുകയാണല്ലോ. അപ്പം ഞാനേ ഒരു വീഡിയോ കണ്ടിരുന്നു. നമ്മുടെ പക്ക അങ്കമാലി മാങ്ങക്കറി. അതിന് കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ നോർമലായിട്ട് മാങ്ങക്കറി ഉണ്ടാക്കുന്ന പോലെയല്ല. എനിക്ക് അതായിരുന്നു എളുപ്പം. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടി തിരുമ്മി 2 പാൽ ഒഴിച്ച് തിളപ്പിച്ച് അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് ആദ്യത്തെ പാൽ ഒഴിച്ച് നമ്മൾ കാച്ചി കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങക്കറി റെഡി. ഇത് ഇച്ചിരി പ്രോസസ്സുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടെ. ഇച്ചിരി പ്രോസസ്സായിട്ടുള്ളൊരു അങ്കമാലി മാങ്ങക്കറി ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കണതെന്നും എനിക്കറിയത്തില്ല. ഒരു കാറ്ററിങ് കൂട്ടരുടെ ഒരു വീഡിയോ ആയിരുന്നു. അവരും അങ്കമാലി പ്രദേശത്തുള്ളവർ തന്നെയാണ്. അപ്പം ഇങ്ങനെ തന്നെയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഇങ്ങനെ അല്ലെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യാൻ നമുക്കറിയാമല്ലോ. നമുക്ക് അങ്കമാലി മാങ്ങക്കറിയിലേക്ക് പോവാണ്. അപ്പോൾ തിരുമലിൻ്റെ ഭാഗത്ത് വരുമ്പോൾ മാങ്ങ നമ്മൾ സെപ്പറേറ്റ് ഉപ്പും മഞ്ഞളിട്ട് തിരുമണം. അതുപോലെ സവോള, പച്ചമുളക്, ഇഞ്ചി, ചൊറുക്ക, മഞ്ഞൾ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ വേറെ തിരുമ്മി വയ്ക്കണം. പിന്നെ മസാലക്കൂട്ട് വേറെ തിരുമ്മി വയ്ക്കണം.
ഇവിടെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ തിരുമ്മി വെച്ചേക്കണ മാങ്ങ കൂട്ടത്തിനകത്ത് നമ്മൾ ഒന്നാം പാലിൻ്റെ കുറച്ച് പാൽ നമ്മൾ ഒഴിച്ച് തിരുമ്മി വയ്ക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന് തിള വന്നതിന് ശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് എത്ര ചാറ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ച് നമുക്ക് മാങ്ങക്കറി ആക്കുന്നത്. അപ്പോൾ നമ്മുടെ അങ്കമാലി മാങ്ങക്കറി റെഡിയായി. ഇതിനേക്കാട്ടിലും എളുപ്പമുള്ള രീതിയാണ് നമ്മുടെ മറ്റേ രീതി. നല്ലൊരു ചേഞ്ചിന് വേണ്ടി ഞാനൊന്ന് ട്രൈ ചെയ്യും.
നമ്മൾ പുതിയ ഒരു ഗ്യാസ് കണക്റ്റിംഗ് പൈപ്പ് ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യാൻ നല്ല പാടാണ്. അല്ലാതെ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ആ കടയിൽ പയ്യൻ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു സാധാ പച്ചവെള്ളം അതിനകത്തൊരു 2 മിനിറ്റ് ഇങ്ങനെ മുക്കി വയ്ക്കുക, എന്നിട്ട് നമ്മൾ അത് ഇൻസേർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കയറും. ഇതിപ്പോൾ ചേട്ടനെയും കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായി എന്ന് മാത്രം. അപ്പം നമ്മുടെ വർക്ക് ഏരിയയിലിരുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗ്യാസ് സ്റ്റോവിൻ്റെ നോബ് പൊട്ടിപ്പോയി. അത് നന്നാക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഒരു എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടായിരുന്നു കിച്ചൺ വേൾഡിൽ അങ്കമാലി. അപ്പം അത്യാവശ്യം നല്ല ഓഫറായിരുന്നു. അപ്പോൾ പിജിയൻ്റെ ഒരു 3 ബേണറിൻ്റെ ഗ്ലാസ് ടോപ്പിൻ്റെ ഗ്യാസ് സ്റ്റോവ് വാങ്ങിച്ചു. ഇതിങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെക്കുന്നതാണ് കേട്ടോ. അത്യാവശ്യം സ്ലിമ്മാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എന്തായാലും അപ്പം വാങ്ങിച്ചു. അപ്പം നമ്മളെന്തായാലും ഒരു സാധനം വാങ്ങിക്കുമ്പം കടയിൽ കയറുമ്പം വേറെ 2-3 സാധനങ്ങൾ കൂടി നമ്മൾ ലിസ്റ്റിലല്ലാത്തത് വാങ്ങിക്കുമല്ലേ. അപ്പം അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചതാണ് പ്രഷർ കുക്കർ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനത്തെ അല്ല, എനിക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ട്വിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെയാണ് എനിക്കിഷ്ടം. പക്ഷേ എന്താ പറയുക, നമ്മുടെ ആൾക്കൊക്കെ ഇങ്ങനത്തെയാണ് കുക്കർ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി അറിയത്തുള്ളൂ. അതുകൊണ്ട് അവർ ചെറുത് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചു. ഹോക്കിൻസിൻ്റെ ആണ്. അപ്പോൾ അവിടെ അവർ പറയണത് ഇപ്പോൾ ഹോക്കിൻസിൻ്റെ ആണ് നന്നായി മൂവിങ് എന്ന് പറയണം. അറിയില്ല, അത് ഓരോ സമയത്ത് ഓരോ ബ്രാൻഡാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല അടിത്തട്ടുള്ള നല്ല കട്ടിയുള്ള നല്ല പ്രഷർ കുക്കറാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമ്മൾ ഇങ്ങനെ പാലൊക്കെ കാച്ചി വെള്ളം തിളപ്പിക്കാനൊക്കെ ഉള്ളൊരു പാത്രമുണ്ട്, അതും നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ കാണിച്ചത്. അതും നമ്മൾ നല്ല അടിത്തട്ടുള്ള നല്ല കട്ടിയുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. വാങ്ങിക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യം കട്ടിയുള്ളതും അത്യാവശ്യം കുറച്ച് വെയിറ്റുള്ള ടൈപ്പുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ വാങ്ങിക്കുക, അതാണ് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ ഓഫറിന് വാങ്ങിച്ചെങ്കിലും വേറൊരു ഓഫർ ഉണ്ടായിരുന്നു. ഇത്ര എമൗണ്ടിന് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബക്കറ്റും മോപ്പും ഫ്രീ. ഇങ്ങനത്തെ ഇപ്പം മിക്കവരുടെയും വീട്ടിലുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഇറങ്ങിയൊക്കെ സമയത്തൊക്കെ ഞാൻ ഇങ്ങനത്തെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റഫ് യൂസ്, നമ്മൾ മര്യാദയ്ക്ക് യൂസ് ചെയ്യാണ്ട് വരുമ്പോൾ ഇതിങ്ങനെ ഒടിഞ്ഞു പോകും. പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല, ബക്കറ്റ് അവിടെ ഇരിക്കും, കോലുണ്ടാവില്ല, അല്ലെങ്കിൽ കോൽ അവിടെ ഇരിക്കും, ബക്കറ്റിൻ്റെ സ്പിന്നിങ് ശരിയാവത്തില്ല. അത് വരുമ്പോൾ ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്തു ഇങ്ങനത്തെ വാങ്ങിക്കൽ. സാധാ മോപ്പ് വാങ്ങിച്ച് അത് ഉപയോഗിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇതിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയപ്പം നമുക്ക് എടുക്കാണ്ട് പറ്റില്ല. പക്ഷേ അത്യാവശ്യം നല്ല സ്റ്റേഡിയാണ്, നമ്മൾ ശരിക്കൊന്ന് ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എൻ്റെ മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. വെച്ചാൽ അവളുടെ മുറിക്കകത്ത് മൊയിലുള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് അവിടെ തുടയ്ക്കണം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അവളോട് പറയും, അധികം ആവണേക്ക് മുന്നേ അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ നീ തന്നെ തുടച്ചോളാൻ. അപ്പോൾ അവളിടയ്ക്ക് ഇവിടുത്തെ സാധാരണ മോപ്പ് ഉപയോഗിച്ച് തുടയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഴയ തുണി എടുത്തുകൊണ്ട് ആ ഒരു ഭാഗം മാത്രമൊക്കെ തുടച്ചെടുക്കാറുണ്ട്. ഇത് കിട്ടി കഴിഞ്ഞപ്പോൾ അവൾക്കിപ്പോൾ നല്ല ഇൻട്രസ്റ്റാണ് കേട്ടോ. നല്ല സുഖമാണല്ലോ, സ്പിൻ ചെയ്യാനൊന്നും നമ്മൾ കൈ കൊണ്ടൊന്നും ചെയ്യണ്ട, അതിനകത്ത് ചെയ്താൽ മതിയല്ല. ഇത് അത്യാവശ്യം സ്റ്റഡിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.